ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയിച്ചത്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താ അറിയാമോ? ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടേ. അതായത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മടിയന്മാരായി പോകുമെന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചോണ്ടൊരു ഇതായിരുന്നു. പക്ഷേ മടിയന്മാരെന്നും മടിയന്മാർ തന്നെയായിരിക്കും അല്ലേ? വന്നാലും അല്ലേ, മറ്റു വേറെ എന്ത് സംഭവം വന്നാലും മടിയന്മാരെന്നും മടിയന്മാർ തന്നെയായിരിക്കും. നമ്മള് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ മാറ്റം വരുമ്പോഴും നമ്മൾ അത് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറാത്തവരെല്ലാം അതുപോലെ തന്നെ ഇരിക്കും അല്ലെ? ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ നടന്നൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. സൈക്കിൾ വന്നപ്പം സൈക്കിളുള്ളവരൊക്കെ സൈക്കിളിൽ പോകാൻ തുടങ്ങി അല്ലെ? സ്കൂട്ടറുള്ളവരൊക്കെ സ്കൂട്ടറിൽ പോകാൻ തുടങ്ങി. കാറുള്ളവരൊക്കെ കാറിൽ പോകാൻ തുടങ്ങി. നടപ്പ് കുറഞ്ഞു അല്ലെ? ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ, എല്ലാരും കാറോ സ്കൂട്ടറോ ഒക്കെ എടുത്തുകൊണ്ട് നേരെ മ്യൂസിയത്തും പിന്നെ കനകക്കുന്നിന്റെ അവിടെയും ഒക്കെ പോയി അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നടക്കും അല്ലെ? ആ സമയത്ത് നമ്മൾ വീടിന്റെ പരിസരത്തൂടെ അത്രയും നടന്നു കഴിഞ്ഞാൽ, നല്ല റോഡുണ്ടെങ്കിൽ അതിൽ നടന്നു കഴിഞ്ഞാൽ അത്ര മതി അല്ലെ? വീട്ടിലെ ടെറസിൽ നടന്നാലും മതി അല്ലെ? ഇത്രയും ദൂരം അവിടെ പോയി അവിടെ തന്നെ നടക്കണമെന്നൊന്നുമില്ല അല്ലെ? അപ്പം അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും. അതായത് ടെക്നോളജി മാറണം. മാറിയാൽ മാത്രമേ നമ്മുടെ രാജ്യവും വളരുള്ളൂ. അത് ഇങ്ങനെ നമ്മൾ മടിയന്മാരായി പോവോ എന്ന് പറഞ്ഞുകൊണ്ട് ടെക്നോളജി അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നമ്മൾ മാത്രം ഏറ്റവും ലോ ആയിരിക്കുന്നത്. അതായത് എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന വരുന്നതെല്ലാം വേണ്ട 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 എന്ന് പറഞ്ഞു വെക്കുന്നത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ് അല്ലെ? അല്ലാതെ പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെത്രയോ നമ്മളെക്കാളും മുമ്പിലാണ്. എന്തുകൊണ്ടാണ്? അക്സെപ്റ്റൻസ് കുറവാണ്. ഇവിടെ ആ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാറും, മറ്റേത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോവും, എന്തൊക്കെയല്ലേ? അതിന്റെ നെഗറ്റീവ് സൈഡാണ് എപ്പോഴും ആദ്യം പ്രൊജക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും, എത്രയൊക്കെ ടെക്നോളജി മാറിയാലും, എന്തൊക്കെ സംഭവങ്ങൾ വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, തൂത്തു തുടയ്ക്കാൻ ഒരു മെഷീൻ വന്നപ്പോൾ നമ്മൾ മടിച്ചായി, അരയ്ക്കാനൊരു സാധനം വന്നപ്പോൾ നമ്മൾ മടിച്ചായി അല്ലെ? അത് ഗ്രൈൻഡർ വന്നപ്പോൾ, പിന്നെ മറ്റേ ഡിഷ് വാഷർ വന്നപ്പോൾ നമുക്ക് പാത്രം കഴുകണ്ട, വീണ്ടും മടിച്ചായി അല്ലെ? അങ്ങനെയല്ല നോക്കേണ്ടത്. അത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുമ്പോൾ നമ്മളെല്ലാം മേടിക്കണം. പറ്റുന്ന സാധനങ്ങൾ അല്ലേ? നമുക്ക് പിന്നെ എക്കണോമിക്കലി നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അതാണ് നോക്കേണ്ടത് നമ്മളെപ്പോഴും. അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റുകയും ആ ടൈമിൽ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അല്ലെ? എപ്പോഴും നമ്മൾ അത് വേണം നോക്കാൻ. അപ്പൊ ഈ അടുക്കളയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മിക്കവാറും എല്ലാ അടുക്കളയിലും പിന്നെ പുതിയ സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞില്ല. ഇപ്പൊ തേങ്ങ തിരുവാൻ വരെ ആയി കഴിഞ്ഞു. ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പിന്നെ ആ സമയത്ത് മാത്രം ഒരു ഹെൽപ്പറെ നിർത്തിയിട്ട് അത് കഴിഞ്ഞ് വിട്ടു. അപ്പൊ എനിക്ക് ആ സമയത്ത് തേങ്ങ തിരുവാൻ പ്രയാസം വന്നു. അപ്പൊ തേങ്ങ തിരുവാൻ പ്രയാസം വന്നപ്പോ ഞാൻ എന്തോ ചെയ്തു, ഒരു മെഷീൻ മേടിച്ചപ്പോ ഇപ്പൊ എന്തായി, അത് മുതൽ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. എങ്കിലും ഞാൻ ഇപ്പോഴും അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ മടിച്ച് അത് അങ്ങനല്ല നോക്കേണ്ടത്. നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ സമയത്ത് നമുക്ക് വേറെ പല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അല്ലാതെ ഒരു സാധനം കിട്ടി അപ്പം അത്രയും സമയം കൂടെ നമുക്ക് വെറുതെ ഇരിക്കാലോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നിടത്താണ് നമുക്ക് മടി തുടങ്ങുന്നത്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മടി തുടങ്ങുള്ളൂ. അങ്ങനെ വിചാരിക്കത്തിടത്തോളം നമ്മൾ ആ സമയത്ത് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെ? ആക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അത് ഇന്ന കാര്യമൊന്നുമില്ല. ചിലപ്പം റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരായിരിക്കും അല്ലെ? അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരത് ചെയ്തു ഇവരിത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിൽ ചാടിക്കയറി പുറപ്പെടാൻ പോകരുത്. അത് നടക്കൂല. മനസ്സിലായോ? അത് ചില സന്ദർഭങ്ങളിൽ കൂടെയൊക്കെ എനിക്കും അങ്ങനെ അബദ്ധങ്ങൾ പറ്റി. പലരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഞാനും ചെയ്യാൻ പോയി. ഇടയ്ക്ക് ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പം അവർക്കത് നന്നായി ചെയ്യാൻ പറ്റി, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ മോശക്കാരിയോ അവർ ഭയങ്കര മിടുക്കരോ അങ്ങനല്ല. നമുക്ക് പറ്റുന്ന ഓരോ ഫീൽഡുകളുണ്ട്. ആ ഫീൽഡിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? നമുക്ക് എന്താണ് നമുക്ക് മനസ്സന്തോഷം കിട്ടുന്നത്, എന്താണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സംതൃപ്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മടി വരില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടി വരില്ല. പിന്നെന്താ പ്രശ്നം? ടെക്നോളജി വരട്ടെ അല്ലെ? ഫാസ്റ്റ് ആകട്ടെ, ലോകം ഫാസ്റ്റ് ആകട്ടെ. അപ്പം വരട്ടെ. വരുന്നതിനോട് നമ്മൾ തടയാൻ പോണ്ട. വരണം, എന്നാലല്ലേ നടക്കുള്ളൂ കാര്യങ്ങള്. എല്ലാരും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിനകത്ത് മുമ്പോട്ട് പോണ്ടേ? അപ്പൊ നമ്മള് ജനറേഷനിൽ ഇപ്പൊ എന്റെ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഞാനൊരു 50+ ആണ്. അപ്പൊ 50+ ആയിട്ടുള്ള പലരും എന്താണ് ഇതിനെ കുറിച്ചൊന്നും ടെക്നോളജിയെ കുറിച്ചൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് കൂടുതൽ അപ്ഡേഷൻ ചെയ്യണമെന്നും
ഒക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അപ്ഡേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റുന്നത്, അല്ലെ? എന്ന് വെച്ച് 50+ ഉള്ള എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നോ ഈ കാര്യങ്ങൾ അറിയണമെന്നോ ഇല്ല. എന്ന് വെച്ച് ഞാൻ ഭയങ്കര മിടുക്കിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് പറ്റുന്ന കുറെ ഫീൽഡുകളുണ്ട്. ആ ഫീൽഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ഇടയ്ക്കിങ്ങനെ കുറച്ച് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു അവര് ChatGPT ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അസൈൻമെന്റ് എഴുതാൻ, സെമിനാർ ടോപ്പിക്ക് അതിന്റെ മാറ്ററൊക്കെ എടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം, അല്ലെ? കൂടുതലും നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ സ്റ്റുഡൻസ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്തതിന് ശേഷം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണം ഈ ChatGPT പോലെയുള്ള കാര്യങ്ങളിലോട്ട് കയറാൻ. മനസ്സിലായോ? അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്യാപ്സൂൾ ആയിട്ട് നമുക്ക് കിട്ടുകയും നമുക്ക് ഒരു കാര്യവും ഡെപ്തിൽ വായിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഡെപ്തിൽ നമ്മൾ നോക്കാതെ വിട്ടുകളയും. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ക്യാപ്സൂള് മാത്രം വെച്ചിട്ട് നമ്മൾ ജീവിക്കും. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ മറ്റേ എഞ്ചിനീയറിംഗിന്റെ പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ ഏകദേശം 2017 വരെ എഞ്ചിനീയറിംഗിന്റെ പ്രോജക്ട്സും, എഞ്ചിനീയറിംഗ് ആയാലും ഡിഗ്രി BCA അങ്ങനെയുള്ളവരുടെ ഒക്കെ MCA അങ്ങനെയുള്ളവരുടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തിരുന്നെന്ന് പറഞ്ഞാല് പിന്നെ എന്താണോ അവരുടെ സിലബസിലുള്ള ഒരു സബ്ജക്റ്റ്, അതല്ലാത്ത ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ട് അവരെ ആ സബ്ജക്ട് മുഴുവൻ പഠിപ്പിക്കും. മനസ്സിലാവും? മുഴുവൻ. ഇപ്പം .NET എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നില്ല, അവരുടെ സിലബസിൽ വരുന്നില്ല. അപ്പൊ അത് എടുത്തിട്ട് അതിൽ C# അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അവരെ ഫുള്ളായിട്ട് അത് പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കും. മനസ്സിലായി? ആദ്യം ഒരു ചെറിയ വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ അതിനെ റെഡിയാക്കി എടുത്തതിന് ശേഷം അവരെ എന്താ ചെയ്യുക, അവരെ കൊണ്ട് തന്നെ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കും. അതുപോലെ റിപ്പോർട്ടെല്ലാം അവർ തന്നെ ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് ഡൗട്ട്സ് ഉള്ളത് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പിന്നെ അവരുടെ മനസ്സും അങ്ങനെയല്ല. കാരണം അവർക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് ചെയ്യണമെന്നൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞാല് ഫീസ് മാത്രമല്ല അവർ നോക്കുന്നത്. ഫീസ് കുറവ് നോക്കുന്നുണ്ട്, ഒരുപാട് പേര് നോക്കുന്നുണ്ട്. പക്ഷേ അതിനുപരി എന്തൊക്കെ കാര്യങ്ങൾ അവർ ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് ഞാനിങ്ങനെ അറിഞ്ഞു, പിന്നെ കുറെ പിള്ളേരുമായിട്ട് സംസാരിച്ച സമയത്ത് പലരും പറഞ്ഞു കേട്ടതാണ്, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ അവര് പ്രോജക്റ്റ് ഫുള്ളായിട്ട് ചെയ്തു തരും, നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫുള്ളായിട്ട് ചെയ്തു തരും, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യൂല എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. മനസ്സിലായോ? അപ്പം ആ ഒരു ഓപ്ഷൻ അവിടെ വയ്ക്കാനേ പാടില്ല, അല്ലെ? സ്റ്റുഡൻസ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് തന്നെ ചെയ്യണം. അപ്പം അവർ പറയുന്നത് പറഞ്ഞാൽ പ്രോജക്റ്റ് ഫുള്ളായിട്ട് ചെയ്തു തരും, റിപ്പോർട്ടും ഫുള്ളായിട്ട് ചെയ്തു തരും. ഇതിന് ശേഷം ഇപ്പൊ കോളേജിൽ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലേ, ഇത്ര പേജ് വേണം, അങ്ങനെ കുറെ ഫോർമാറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇത്ര പേജ് വേണം, അതുപോലെ ഓരോന്നും അല്ലെ, ഇൻട്രൊഡക്ഷൻ എത്ര, മറ്റേ ഓരോ അനാലിസിസ് ഇത്ര, ഡിസൈൻ എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ഓരോന്നും എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്താൽ മാത്രം മതി. കാരണം ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ആ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ടായി. മനസ്സിലായോ? അപ്പൊ ഈ സ്റ്റുഡൻസിന് ഇതിനകത്ത് എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ChatGPT ഉപയോഗിക്കുന്നില്ല, ടെക്നോളജി ഉപയോഗിക്കുന്നില്ല, എന്നിട്ടും മടിയന്മാരായിട്ടുള്ള പിള്ളേർ വളർന്നു വരികയാണ്, അല്ലെ? ഞാനതാണ് മനസ്സിലാക്കി എത്രത്തോളം മടിയന്മാരാകും എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ChatGPT വന്നില്ലെങ്കിലും മടിയന്മാര് തന്നെയായിരിക്കും. മനസ്സിലായോ? ChatGPT വന്നാലും മടിയന്മാര് തന്നെ. കാരണം അവർ അന്ന് പറയും ChatGPT വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ AI വന്നത് കൊണ്ടാണ് നമുക്ക് സാധ്യതയില്ലാത്തതെന്ന് അന്ന് അതിന്റെ റീസൺ പറയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത് ശരിയാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ അല്ലെ? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആയാലും ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. എങ്കിലല്ലേ നമുക്ക് ആ വർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് കഴിഞ്ഞിപ്പോ ഒരു ടെക്നോളജി കഴിഞ്ഞിട്ട് പോവാണ്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെ? അപ്പൊ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഇവിടെ ഇരുന്നിട്ട് എല്ലാ ക്യാപ്സൂളാക്കി ഒരാളെടുത്ത് കൈ കൊടുക്കുന്നു, ആ ക്യാപ്സൂളും കൊണ്ടുപോയി എല്ലാ ഇന്റർവ്യൂവിലും അറ്റൻഡ് ചെയ്യുന്നു, അല്ലേ? അതല്ലേ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം സ്റ്റുഡൻസ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് ചെയ്യണം, ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ചെയ്യണം, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്.
മടിയന്മാരൊന്നും മടിയന്മാരായിരിക്കും, അല്ലാത്തവരൊന്നും ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന പിള്ളേരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് എവിടെ ക്യാപ്സൂൾ കിട്ടും എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അല്ലേ? ഞാൻ കുറെ സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചെടുത്ത് കിട്ടിയതാണ്. ഞാൻ ഇപ്പൊ ഏതായാലും പ്രോജക്റ്റ് ഞാനിപ്പോ ചെയ്യുന്നില്ല, ക്ലാസ് മാത്രമാണ്, ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ക്ലാസ് മാത്രമേ എടുക്കുന്നത്. ആർക്കെങ്കിലും ഇങ്ങനെ പ്രോഗ്രാമിങ്ങിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ ക്യാപ്സൂൾ തപ്പി പോകരുത്, നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് ഉള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എത്ര ടഫായിട്ടുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല, അല്ലെ? നമുക്ക് ഒരു വർക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ദൗത്യം എന്ന് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിൽ സ്റ്റുഡൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോളേജുകാർ തന്നെ അങ്ങനത്തെ ചെറിയ പ്രോജക്റ്റും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ശരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, കുഞ്ഞു പ്രോജക്റ്റ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക, അവർ നന്നായി കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയിരുന്നാലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഏത് കിട്ടിയാലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഏറ്റവും ടഫായിട്ട് ഇനിയിപ്പം വിൻഡോസിനേക്കാളും ഭയങ്കര വലുതോ അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാളും അതിലും വലുതോ എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് ആരും മടിയന്മാരാവില്ല, അങ്ങനെ വിചാരിക്കണ്ട. മടിയന്മാര് എപ്പോഴും മടിയന്മാരായിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇതിനോട് യോജിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.